ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു അമിഗുറുമി ജിറാഫിനെയാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാതെ വേഗം വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് യെല്ലോ ആൻഡ് ബ്രൗൺ കളർ യാൺസ് ആണ്. അതുപോലെ തന്നെ ഇത് 4 പ്ലേ യാണാണ്. അതുപോലെ 2mm ഹൂക്കാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് റൗണ്ട് എന്ന് വെച്ചാൽ നമുക്കൊരു മാജിക് റിങ് ഉണ്ടാക്കാം. അതിനുള്ളിൽ നമുക്ക് 6 സിംഗിൾ ക്രോഷേസ് ചെയ്തെടുക്കാം. സിക്സ് സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ റൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇൻക്രീസസ് ആണ് ചെയ്യേണ്ടത്. സിക്സ് ഇൻക്രീസസ് എന്ന് വെച്ചാൽ ഓരോ സിംഗിൾ ക്രോഷയിലും നമുക്ക് 2 വീതം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 12 സിംഗിൾ ക്രോഷേസ് നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. നമുക്കിവിടെ 12 ചെയിൻസ് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ റൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് തേർഡ് റൗണ്ടും 3rd, 4th, 5th 3 to 5 നമുക്ക് 12 സിംഗിൾ ക്രോഷേസ് തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 3 റൗണ്ടും ഇതുപോലെ തന്നെ 12 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 6th റൗണ്ടാണ് ചെയ്യേണ്ടത്. 6 ഡിക്രീസസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ടോട്ടൽ 6 സിംഗിൾ ക്രോഷേസ് തന്നെ നമുക്ക് കിട്ടും. ആ റൗണ്ട് നമ്മൾ ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിനി 6 ചെയിൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മുടെ യാണൊന്ന് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് യെല്ലോ എടുക്കാം. ഇനി 7 to 10 നമുക്ക് ഈ 6 സിംഗിൾ ക്രോഷേ തന്നെ ചെയ്ത് കൊടുക്കാം. അതായത് 4 റൗണ്ട് ഉണ്ടാവും. നമുക്കിനി 4 റൗണ്ട് ഈ 6 സിംഗിൾ ക്രോഷേ വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ 10 റൗണ്ട് വരെ. ഇനി നമുക്ക് ലാസ്റ്റ് റൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിന് ഞാനിവിടെ നീട്ടിലെടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ചെയിനിൻ്റെ 2 ലൂപ്പിലും കൂടെ നമുക്ക് എടുക്കാം. ഇനി ലാസ്റ്റ് ചെയിനിൻ്റെ ഇതുപോലത്തെ 2 ഹോൺസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇയേഴ്സാണ്. അതും 2 നമുക്ക് ഉണ്ടാക്കണ്ടേ. സിക്സ് സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നമുക്ക് ഈ റൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് റൗണ്ട് നമ്മൾ ചെയ്യേണ്ടത് 6 ഇൻക്രീസ് ആണ്. അപ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ ചെയ്യണം.
6 ഇൻക്രീസ് ചെയ്തു, ആ റൗണ്ട് ക്ലോസ് ചെയ്യാം, ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി അഗെയിൻ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്തെടുക്കാം. തേർഡ് റൗണ്ടിൽ വരുന്നത് 12 സിംഗിൾ ക്രോഷ്യ. അതിപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഫോർത്ത് റൗണ്ട് വരുന്നത് ഒരു സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ്. അതാണ് നമ്മുടെ പാറ്റേൺ. ഒരു സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഇൻക്രീസ്. അപ്പോൾ നമുക്ക് 6 ടൈംസ് നമ്മൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ഈ കൗണ്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഷേപ്പിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് നമ്പേഴ്സ് നമുക്ക് കിട്ടണം. അപ്പോൾ ഫോർത്ത് റൗണ്ടിൽ നമുക്ക് 18 സിംഗിൾ ക്രോഷ്യേസ് നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് റൗണ്ടിൽ നമുക്ക് 5 to 9 വരെ നമുക്ക് ഈ 18 സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്യാം. അതായത് 5th റൗണ്ട് മുതൽ 9th റൗണ്ട് വരെ നമുക്ക് സിംഗിൾ ക്രോഷ്യസ് തന്നെ ചെയ്യാം. 18 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 5 റൗണ്ട് ഉണ്ടാവും നമുക്ക് ചെയ്യാൻ. എല്ലാത്തിലും എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഓരോരോ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 18 സിംഗിൾ ക്രോഷ്യ ഉണ്ടാവും. അത് നമുക്ക് 5 റൗണ്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 5 റൗണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ 9 റൗണ്ടാണ് ഉള്ളത്. ഈ ലാസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഈ 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയും കൂടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 18 ഉള്ളതിൽ നമുക്ക് പകുതി കിട്ടും. അതായത് 9 സിംഗിൾ ക്രോഷ്യ നമുക്കിവിടെ കിട്ടും. ഇതിൻ്റെ എഡ്ജ് ഭാഗം ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് 2 എണ്ണം ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് മസിലാണ്. അതായത് നമ്മുടെ നോസിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഞാനിവിടെ വൈറ്റ് യാണാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് മാജിക് റിങ് ചെയ്യാം. അതിനുള്ളിൽ 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് നമുക്ക് ഇൻക്രീസും ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് ഒരു ഇൻക്രീസ് ചെയ്യാം. ഇതുപോലെ 6 ടൈംസ് നമുക്ക് ചെയ്യണം. ഇതാണ് പാറ്റേൺ. ഒരു സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഒരു ഇൻക്രീസ്. ഇത് 6 ടൈംസ് ചെയ്ത് നമുക്ക് 18 സിംഗിൾ ക്രോഷ്യസ് കിട്ടും. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ 4th റൗണ്ട് വരുന്നത് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ്യ 2 ടൈംസ് ചെയ്ത് നെക്സ്റ്റ് ഇൻക്രീസ് ചെയ്യാം. ആദ്യത്തേൽ 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആയിരുന്നു. ഇപ്പോഴത്തേൽ 4th റൗണ്ടിൽ വരുന്നത് 2 സിംഗിൾ ക്രോഷ്യ ദെൻ ഇൻക്രീസ്. അതും 6 ടൈംസ് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് കിട്ടും. നമ്മളെപ്പോഴും കൗണ്ട് ചെയ്തിട്ട്
3 റൗണ്ടാണ് നമുക്ക് വരുന്നത് 5 to 7. 5ഉം 6ഉം 7ഉം നമുക്ക് 24 സിംഗിൾ ക്രോഷനെ ചെയ്യാം. ഒരു റൗണ്ടിൽ 24 സിംഗിൾ ക്രോഷ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസിൽ റെഡിയായി. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ടോട്ടൽ നമുക്ക് 7 റൗണ്ടാണുള്ളത്. ഇനി നമുക്ക് ഈ യാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ റൗണ്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ നോസിൻ്റെ ഒരു ഭാഗം വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെഡാണ്. ഫസ്റ്റ് റൗണ്ട് വെച്ചാൽ നമ്മൾ മാജിക് റിങ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ 7 സിംഗിൾ ക്രോഷയാണ് നമ്മൾ ചെയ്തെടുക്കണേ. സെവൻ സിംഗിൾ ക്രോഷ ചെയ്തു. അത് നമുക്ക് യാണൊന്ന് പുൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ടിൽ 7 ഇൻക്രീസസും ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 14 സിംഗിൾ ക്രോഷ നമുക്ക് കിട്ടും. ഇത് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആക്കി. നെക്സ്റ്റ് നമുക്ക് തേർഡ് റൗണ്ട് വരുന്നത് ഒരു സിംഗിൾ ക്രോഷേ, നെക്സ്റ്റിൽ ഇൻക്രീസ്. ഇത് ഈ ഒരു പാറ്റേൺ 7 ടൈംസ് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ 21 സിംഗിൾ ക്രോഷേസ് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫോർത്ത് റൗണ്ട് വരുന്നത് 2 സിംഗിൾ ക്രോഷേ ദെൻ ഇൻക്രീസ്. ഇതാണ് പാറ്റേൺ. ഓരോരോ സിംഗിൾ ക്രോഷേ 2 ടൈംസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസ്. നെക്സ്റ്റ് റൗണ്ട് വരുന്നത് 5th റൗണ്ടാണ്. 5th റൗണ്ട് വരുന്നത് 3 സിംഗിൾ ക്രോഷേ ദെൻ ഇൻക്രീസ്. 1 സിംഗിൾ ക്രോഷേ, 2 ആൻഡ് 3 സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്കൊരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇതും 7 ടൈംസ് ചെയ്യണം. അപ്പം നമുക്ക് ടോട്ടൽ 35 സ്റ്റിച്ചസ് ആണ് നമുക്ക് സിംഗിൾ ക്രോഷേസ് കിട്ടും. 35 സിംഗിൾ ക്രോഷേ നമുക്ക് കിട്ടും. അങ്ങനെ ആ റൗണ്ടും കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് 6th റൗണ്ട് വരുന്നത് നമുക്ക് 4 സിംഗിൾ ക്രോഷേ ദെൻ ഇൻക്രീസ്. 2 3 4 സിംഗിൾ ക്രോഷേ ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അതും 7 ടൈംസ് നമ്മൾ ചെയ്യണം. അപ്പം 42 സിംഗിൾ ക്രോഷേ നമുക്ക് 5 റൗണ്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 11th റൗണ്ട് വരെ ചെയ്തെടുത്തു. ലാസ്റ്റ് നമുക്ക് കിട്ടേണ്ടത് 42 സിംഗിൾ ക്രോഷയാണ്. ദെൻ നമുക്ക് 12th റൗണ്ട് വരുന്നത് 5 സിംഗിൾ ക്രോഷേ ദെൻ ഇൻക്രീസ്. 2 3
4 and 5. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്കൊരു ഇൻക്രീസ് ചെയ്യാം. ഈ ഒരു പാറ്റേൺ നമുക്ക് 7 ടൈംസ് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 49 സിംഗിൾ ക്രോഷ്യ കിട്ടും. ആ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നെക്സ്റ്റ് 13ാമത്തെ റൗണ്ട് വരുന്നത് 6 സിംഗിൾ ക്രോഷ്യ ദെൻ ഇൻക്രീസ്. അതും 7 ടൈംസ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 56 സിംഗിൾ ക്രോഷ്യേസ് കിട്ടും. നെക്സ്റ്റ് റൗണ്ടിൽ നമുക്ക് 56 സിംഗിൾ ക്രോഷ്യേസ് കിട്ടും. അതൊന്ന് നമുക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാം. കഴിഞ്ഞിട്ട് 14 to 21 റൗണ്ട് വരെ നമുക്ക് 56 സിംഗിൾ ക്രോഷ്യേസ് തന്നെ ആയിരിക്കും ഓരോ റൗണ്ടിലും ചെയ്യേണ്ടത്. അതായത് 8 റൗണ്ട് നമുക്ക് 56 സിംഗിൾ ക്രോഷ്യേസ് തന്നെ ചെയ്തെടുക്കാം. അതായത് ഓരോ റൗണ്ടിലും 56 ആയിരിക്കും ഉണ്ടാവുക. ഇതിപ്പോൾ ടോട്ടൽ 21 റൗണ്ട് വരെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 22 വരുന്നത് 28 ഡിഗ്രീസസ് ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടത്. അതായത് 56ൻ്റെ പകുതി. നമുക്ക് 2 സ്റ്റിച്ചസ് വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യണത്, ഡിഗ്രീസ് ചെയ്യണത്. അപ്പോൾ 56ൻ്റെ പകുതി നമുക്ക് 28 കിട്ടും. ഇതിപ്പോൾ ചെയ്തെടുത്തു. 28 ഡിഗ്രീസസ് ആണ് നമുക്ക് കിട്ടുക. 28 സ്റ്റിച്ചസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇനി ലാസ്റ്റ് 23rd റൗണ്ട് വരുന്നത് 2 സിംഗിൾ ക്രോഷ്യ ദെൻ ഡിഗ്രീസ്. അത് 7 ടൈംസ് നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുക 21 ആയിരിക്കും. 21 സിംഗിൾ ക്രോഷ്യ ആയിരിക്കും ആ റൗണ്ടിൽ നമുക്ക് കിട്ടുക. സിംഗിൾ ക്രോഷ്യ ദെൻ ഒരു ഡിഗ്രീസ്. ഇത് നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 21 സ്റ്റിച്ചസ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് വരുന്നത് 21 സ്റ്റിച്ചസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇനി നമുക്കിതിന് ഐസ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. 11ാമത്തെ റോളാണ് ഞാൻ ഐസ് വെച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 8 mm ഐസാണ്. അപ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഒരു 7 സ്റ്റിച്ചസ് കഴിഞ്ഞിട്ട് അടുത്തതും നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അവിടെ. ഈ ഐസിന് വാഷറുണ്ട്. നമുക്ക് രണ്ടിൻ്റെയും വാഷർ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ലൈറ്റർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബേക്കിൽ ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇടയ്ക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടെ സേഫായിട്ട് അവിടെ ഇരിക്കും. അങ്ങനെ നമുക്ക് രണ്ടും ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് സേഫായിട്ട് അവിടെ ഇരിക്കും.
ഇനി നമുക്കിതൊന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫേസിൽ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ യാൺ എടുത്തിട്ട് ഈ ഐസിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തൂടെ നെക്സ്റ്റ് കണ്ണിലേക്കും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നേരെ താഴത്തേക്ക് എടുക്കാം. ഇനി രണ്ട് എൻഡും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പുള്ള് ചെയ്ത് കൊടുക്കാം. രണ്ടും നന്നായിട്ട് പുള്ള് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഐസിന് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നോസിൻ്റെ ഭാഗം വെച്ച് കൊടുക്കാം. നമുക്ക് ആദ്യമായിട്ട് നീഡിൽ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് പൊസിഷൻ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണേ. ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടെ സേഫായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. നമ്മൾ 1-2 തവണയൊക്കെ ചെക്ക് ചെയ്യണം. കാരണം ഇതിൻ്റെ പൊസിഷൻ മാറിക്കഴിഞ്ഞ് നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഊരാനും അതുപോലെ ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നന്നായിട്ടൊന്ന് നമ്മൾ പിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് നോക്കുക കറക്റ്റാണോ എന്ന്. അതിന് ശേഷം അറ്റാച്ച് ചെയ്യണതിന് മുമ്പ് ഞാനിതൊന്ന് സ്റ്റഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോസിൻ്റെ ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് സ്റ്റഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ അറ്റാച്ച് ചെയ്തത്. അത് ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി നമുക്കിതിൻ്റെ ഹോൺസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഇയേഴ്സും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
2 ഇയേഴ്സ് ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കണ്ണിനൊരു ഡീറ്റെയിലിംഗ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി അതിലൂടെ നമുക്ക് ഈ ബ്ലാക്ക് ക്രയോൺ വെച്ചിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഹെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ബോഡി, അത് നമുക്ക് അടുത്ത പാർട്ടായിട്ട് ചെയ്യാം.